കടയിൽ നിന്നും വാങ്ങുന്ന ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി നമുക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് ഓയിൽ, അതുപോലെ തന്നെ 2 സ്പൂണ് ആട്ടപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കുക. വല്ലാണ്ട് കുറുകി വരണ്ട, ഒരുവിധം സ്റ്റിക്കി പോലെ ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ആട്ടപ്പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ച് എടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്താൻ വേണ്ടി ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും അരിപ്പൊടി ഇടുമ്പോൾ. അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി പരത്തിയെടുക്കുന്നുണ്ട്. ഷേപ്പിൽ പരത്താൻ അറിയാത്തത് കൊണ്ടൊരു റൗണ്ട് ഷേപ്പ് വെച്ച് മൂടി കൊണ്ടാണ് ഞാൻ അമർത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. പേക്ക് ചെയ്യാനായിട്ടൊരു കവറൊക്കെ ആദ്യം തന്നെ സംഘടിപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം പരത്തിയെടുത്ത ഓരോ ചപ്പാത്തിയും നമ്മൾ ദോശക്കല്ലുമ്മ ഇട്ടിട്ട് 2 പുറം ഒന്ന് ചൂടാക്കുക. അധികം വേവിക്കരുത്. 2 പുറം ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് വേഗം എടുത്തിട്ട് മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ പാക്കറ്റിലേക്ക് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. 2 പുറം നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാതും കൂടി ചുട്ടെടുത്തിട്ട് തണുത്തതിന് ശേഷം പാക്കിങ്ങിലേക്ക് മാറ്റാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 4 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച ചപ്പാത്തിയാണ് ഇന്ന് നമുക്ക് ചുട്ടെടുത്ത് നോക്കാം. ഓക്കേ. അടിപൊളിയായിട്ട് പൊളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആയി. ഇനി നമുക്ക് പോയി കഴിക്കാം. ഓക്കേ, ബൈ.